നമസ്കാരം സർ. മലയാള സിനിമാ ലോകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കൂടുതലാണ് ഇപ്പോൾ, അല്ലെ? പൊട്ടിയ സിനിമയാണെങ്കിലും ബോക്സ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കൂടുതൽ പണം ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിന് പിന്നിലെ കള്ളക്കളികൾ എന്തായിരിക്കും? ഇതിന് പിന്നിൽ ഒരുപാട് കള്ളക്കളികളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞോളാം. ഇപ്പോൾ ഏറ്റവും ആദ്യം ഈ ചില സിനിമകൾ വന്ന് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം തന്നെ തിയേറ്ററിൽ നിന്ന് മാറിയാലും 50 ദിവസം കഴിയുമ്പോഴുള്ള കേക്ക് മുറിക്കലൊക്കെ നടത്താറുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംവിധായകനും നടനും ഒക്കെ പിടിച്ചു വയ്ക്കാനുള്ള ഒരു ചെറിയ ഗിമ്മിക്കാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളത് അതിനേക്കാൾ വലുതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 മാസത്തിനിടക്ക് ഏതാണ്ട് 720 കോടി രൂപയുടെ ആളുകൾ ഒരു 1000 കോടി രൂപയുടെ എന്ന് നമുക്ക് ഏകദേശം വേണമെങ്കിൽ പറയാം, 1000 കോടി രൂപയുടെ കളക്ഷൻ ഈ പറയുന്ന സിനിമകളെല്ലാം നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ വളരെ ഓപ്പണായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഹിന്ദി സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതായത് ഹിന്ദി സിനിമകൾ പലപ്പോഴും തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും അത് വലിയ വിജയമാണെന്ന് ആഘോഷിക്കപ്പെടുകയും അവിടെ കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് സിനിമകളിലാണിത് എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുന്നൊരു കാര്യം. കാരണം ഒരു സിനിമ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, സിനിമയ്ക്ക് വേണ്ടി ഒരു സെറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ആ സെറ്റിന് 50 കോടിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ആ 50 കോടിയായി എന്ന് പറയുന്നൊരു പ്രൊപ്പഗാണ്ട അല്ലെങ്കിൽ വലിയ പ്രചാരം നമുക്ക് കിട്ടും. രണ്ടാമത്തത്, ആ 50 കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കുകയാണ്, എന്താണ്, കണക്കിൽ വരികയാണ്. ശരിക്കും സെറ്റിന് 25 കോടിയായിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ 10 കോടിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 50 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് കണക്കിൽ വരികയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണത്തെ സിനിമകളെല്ലാം നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമ, അതൊരു ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. വേണമെങ്കിൽ കുറച്ചുകൂടി ഓടിയിട്ടുണ്ടാകാം എന്ന് നമുക്ക് വിചാരിക്കാം. അതേസമയം ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇത്ര വലിയ കളക്ഷൻ നേടിയോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നിയ ഒരു സിനിമയാണ്. ഓക്കെ, അതിനു മുമ്പ് മറ്റേ സോഫിയ പോളിൻ്റെ RDX എന്ന് പറഞ്ഞ സിനിമ ഇത്ര വലിയ ഗംഭീരമായ കളക്ഷൻ നേടിയോ എന്ന് എനിക്ക് സംശയമുള്ള സിനിമയാണ്. കാരണം സത്യത്തിൽ ഇപ്പോൾ നമ്മൾ പുലിമുരുകൻ പോലെയുള്ള നിരവധി സിനിമകൾ എടുത്തു വെച്ചാലും സിനിമകളുടെ പ്രചാരണത്തിനും സിനിമകളുടെ ഒരു കൊഴുപ്പിനും വേണ്ടി ആളുകൾ വെറുതെ പണം മറ്റേ കളക്ഷൻ റെക്കോർഡുകൾ ഉയർത്തിക്കാട്ടി. അതിന് പകരം ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി സിനിമയിലൊക്കെ ഉള്ള പോലെ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. മലയാള സിനിമയിൽ നേരത്തെ തന്നെ വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. അതായത് ഗുൽഷൻ എന്ന് പറയുന്ന ദുബായിലുള്ള ഒരാൾ ഇങ്ങോട്ട് കള്ളപ്പണം ഒഴുക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന നിർമ്മാതാക്കളൊക്കെ നിൽക്കുന്നതെന്നും പറയുന്നതിൽ ഭാഗികമായി സത്യങ്ങളുണ്ട്. ഇപ്പം ചില നിർമ്മാതാക്കൾ, ഞാൻ പേര് പറയുന്നില്ല, ആ നിർമ്മാതാക്കളുടെ കയ്യിലൊന്നും ഒരു 5 പൈസ ഇല്ല. പക്ഷേ അവർ പണം പിടിക്കുന്നത് മുഴുവൻ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഫണ്ട് ചെയ്തിട്ടാണ്. അതായത് നമ്മളുടെ മുമ്പിൽ ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞ ഒരാൾ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അവർ ഫണ്ട് ചെയ്യുന്നു, അവർ ഈ പണം എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താ, ഇത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതിനു മുമ്പുള്ള ചെറിയ തട്ടിപ്പ് ഞാൻ പറഞ്ഞു, സിനിമകൾ വിജയിക്കാതെ സിനിമകൾ വിജയിച്ചു എന്നുള്ള നിലക്കുള്ള ഒരു പ്രൊപ്പഗാണ്ട പലപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ആ താരങ്ങളുടെയും സംവിധായകൻ്റെയും ഒക്കെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിർമ്മാതാവിൻ്റെ പോലും നിലനിൽപ്പ് അതിനകത്താണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ആളുകൾ അടുത്ത സിനിമക്ക് കാശൊക്കെ കടം കൊടുക്കുകയുള്ളൂ. ഓക്കെ, മൂന്നാമത്തത്, ഒന്ന് ഇതിൽ കള്ളപ്പണമുണ്ട്. മൂന്നാമത്തത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, ഈ സിനിമാ മേഖലയിലേക്ക് ലഹരിയുടെ കുത്തൊഴുക്കുണ്ട്. നമ്മൾ മലയാള സിനിമയിൽ ഒരിക്കലും കാണാത്ത രീതിയിൽ ചില നടന്മാർ പൈലറ്റിൻ്റെ അടുത്ത് ചെന്ന് വിമാനം ഓടിക്കാൻ ശ്രമിക്കുന്നു. ചില നടന്മാർ, അതായത് വരുന്ന അവതാരികയെ തെറി വിളിക്കുന്നു എന്നൊക്കെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത് നിർമ്മാതാക്കൾ ലഹരി ഈ താരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രതിഫലത്തിനോടൊപ്പം തന്നെ അതും കൂടി ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ ആരോപണം വന്നത് പുറത്തുനിന്ന് രതീഷ് ചക്രവാണി പറഞ്ഞ ആരോപണമല്ല, ടിനി ടോം എന്ന് പറയുന്ന ഒരാൾ കൃത്യമായി പറഞ്ഞൊരു ആരോപണം, മകന് സിനിമയിലൊരു അവസരം കിട്ടിയിട്ടും വിടാൻ ഭാര്യ സമ്മതിച്ചില്ല, അവിടെ പോയാൽ അവൻ ഡ്രഗിന് അഡിക്റ്റായി പോകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ മലയാള സിനിമയിലേക്ക് വൻതോതിലുള്ള മാഫിയ വൽക്കരണം വന്നിരിക്കുന്നു. അല്ലാതെ 1000 കോടി രൂപ കളക്ട് ചെയ്തിട്ടല്ല. സിനിമയ്ക്ക് പിന്നിൽ ഇങ്ങനെ ലഹരി മാഫിയകളുടെ കൈ കടത്തലുണ്ട് എന്നാണോ? ഇതിലെന്താ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ആദ്യം ഇത് ഹിന്ദി സിനിമകളിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് തെലുങ്ക്, തമിഴ് സിനിമകളിലേക്കൊക്കെ കുറച്ചുകൂടി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയില്ല എന്ന് ശരിയായിട്ട്. പക്ഷേ കേരളത്തിലുള്ള ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രി വളരെ ചെറുതായിരുന്നുകൊണ്ട് ആദ്യം ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആളുകൾക്ക് പണം വെളുപ്പിക്കാനുള്ള ഒരു വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗമായി ഈ പറയുന്ന സിനിമാ രംഗം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലുള്ള ആളുകൾക്ക് വലിയ എത്തിക്സ് ഒന്നുള്ള ആളുകളല്ല. അവർ നാച്ചുറലി ഈ കിട്ടുന്ന കാശ് മേടിക്കും. ഇപ്പോൾ താരങ്ങൾക്ക് 5 കോടി കിട്ടുന്നതിന് പകരം 8 കോടി തരാമെന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും
മേടിക്കും. ഇതിങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന്. ഇനി ഇത് കൂടാതെ വേറൊരു തട്ടിപ്പുണ്ട്. അതെന്താണെന്നറിയോ? അത് ഇപ്പൊ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ് കേട്ടോ. ഒന്ന് നമ്മുടെ സൗബിൻ ഷാഹിർ എന്ന് പറയുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാവ് 7 കോടി രൂപ സിറാജ് എന്ന് പറയുന്ന വലിയ വീട്ടിൽ എന്ന് പറയുന്ന ഒരാളുടെ നിന്ന് മേടിച്ചിട്ട് അത് കൊടുത്തില്ല. ഭാഗ്യത്തിന് ഇപ്പൊ 7 കോടി രൂപ തിരിച്ചു കൊടുത്തു. പക്ഷെ അപ്പോഴും പുള്ളിയോട് പറഞ്ഞിരുന്ന 40% പ്രോഫിറ്റ് ഷെയർ കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? പ്രോഫിറ്റ് ഷെയർ പലപ്പോഴും വലുതായിട്ട് എന്ത് ചെയ്തേക്കാണ്, കണക്കിൽ ഉയർത്തി കാണിച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ചെറിയ തോതിലെങ്കിലും അയാൾക്ക് പ്രോഫിറ്റ് കൊടുക്കേണ്ടതാണ്, അത് ഒരു കൊടുത്തിട്ടില്ല. ഇനി ഇത്തരത്തിലുള്ള സോഫിയ പോളിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നമ്മൾ RDXന്റെ നേതൃത്വത്തിൽ വലിയ വിജയമായി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതുപോലെ തന്നെ കള്ളപ്പണത്തിലേക്കുള്ള അന്വേഷണം വന്നിട്ടുണ്ട്. അവരുടെ ഒരു സെറ്റ് ആലുവ പെരിയാറിന്റെ ഭാഗത്തിട്ടിട്ട് അത് കത്തിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം വന്നിരുന്നു. ഇത്തരത്തിൽ മാഫിയ വൽക്കരണം ഇതിനെ പിടിമുറുക്കിയിരിക്കുകയാണ് ഒന്ന്. ഇനി വേറൊരു തട്ടിപ്പ് കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? നിർമ്മാതാക്കളാകാൻ വേണ്ടി ആളുകളെ ചാക്കിട്ട് പിടിക്കുകയാണ്. ഇപ്പൊ സിറാജ് വലിയ വീട്ടിലെ പോലെ പല ആളുകളെയും ചാക്കിട്ട് പിടിക്കുന്നു, പണം നിക്ഷേപിക്കുന്നു. ഈ നിർമ്മാതാക്കളാവാൻ പോകുന്നവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഒന്ന് വളരെ കൃത്യമായ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നു. അതിനാണ് ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PML ആക്ട് പ്രകാരമൊക്കെയുള്ള അന്വേഷണം നടക്കുന്നത്. ഏതെങ്കിലും നടന്മാർ ജയിലിൽ പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് നിർമ്മാതാവൊക്കെ ആയിട്ടുള്ള. ഇപ്പൊ പറവ ഫിലിംസിന്റെ ഒക്കെ ഓണറാണ് ഷൗക്കിൻ സാഹിറും സാഹിറിന്റെ അച്ഛനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ അബു താഹിറും ഒക്കെ അവർ അകത്തു പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് കൂടാതെയുള്ള ഒരു തട്ടിപ്പുണ്ടെന്നാണ്. ആ തട്ടിപ്പ് എന്താണെന്നറിയോ? ആ തട്ടിപ്പെന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കളാകാൻ വേണ്ടിയിട്ട് ആളുകളെ ചാക്കിട്ട് പിടിക്കും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കളുടെ കയ്യിൽ നിന്ന് ഒരു 25 കോടി രൂപ ഈ പടത്തിനാകും എന്ന് ഞാൻ താങ്കളോട് പറയും. സത്യത്തിൽ ഈ പടത്തിന് 5 കോടി രൂപ ചിലവ് വരുള്ളൂ, അല്ലെങ്കിൽ 10 കോടി രൂപ ചിലവ് വരുള്ളൂ. പക്ഷെ താങ്കളുടെ കയ്യിൽ നിന്ന് ഞാൻ അത് പറഞ്ഞിട്ട് പകുതി ഷെയർ ആണെന്ന് പറഞ്ഞൊരു 12.5 കോടി രൂപ വാങ്ങും. ഈ 12.5 കോടി രൂപ താങ്കളുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം എന്താ പ്രശ്നം? താങ്കൾക്ക് പലതരത്തിലുള്ള ദൗർബല്യങ്ങളും ഉണ്ടാവും. മനസ്സിലായ? ചിലപ്പോൾ അത് മദ്യത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, മയക്കുമരുന്നിൻ്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കാം. മിക്കവാറും ഇത് സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇവർക്കും കാര്യമുണ്ടാവും. ഒന്ന്, താങ്കൾ നിക്ഷേപിക്കുന്ന പണം മിക്കവാറും ബ്ലാക്ക് മണി ആയിരിക്കും. രണ്ടാമത്തേത്, താങ്കൾക്ക് ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളുണ്ടാവും. ഈ ദൗർബല്യങ്ങൾ പല കാര്യങ്ങളും സാധിച്ചെടുക്കാം എന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് സാധിച്ചു കൊടുത്തുകൊണ്ടും ഒക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ നിർമ്മാതാക്കൾ എന്ത് ചെയ്യും? ഇനി ഇതിപ്പോൾ വന്ന് പണം തിരിച്ചു കിട്ടിയില്ലെങ്കിലും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പം അത്തരത്തിൽ അങ്ങേയറ്റം മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് മലയാളത്തിൻ്റെ സിനിമാ രംഗം എന്ന് പറയുന്നത്. ഇത് വലിയ സാംസ്കാരികമായ വലിയ ഉന്നതിയുള്ള എല്ലാ കലകളുടെയും കൂടി ചേർന്നിട്ടുള്ള ഒരൊറ്റ വലിയ കലയാണ് സിനിമ എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ല. എല്ലാവരും ഇതുപോലെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രംഗത്തിൻ്റെക്ക് ഈ മാഫിയാവൽക്കരണം പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് 100% ഉറപ്പായിട്ടുള്ള കാര്യം. ഈ EDയുടെ റെയ്ഡിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ. ഇത് റെയ്ഡ് നടന്ന വിഷയം പുറത്തേക്ക് വന്നു, പക്ഷെ ഇതിനെ സംബന്ധിച്ച് പിന്നീടുള്ള വിഷയങ്ങളോ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസോ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ സിസ്റ്റമാറ്റിക്കായി പതുക്കെ നടക്കുന്ന ഒരു അന്വേഷണമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ഉള്ളവരുടെ കയ്യിലെല്ലാം വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളായതുകൊണ്ട് പല സ്വാധീനങ്ങളും ചെലുത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ തടയിടാനും അവർ ശ്രമിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗണേഷ് കുമാർ മന്ത്രിയാണ്, ആണല്ലോ. സുരേഷ് ഗോപി മന്ത്രിയാണ്. എന്തുകൊണ്ടാണ് അമ്മയുടെ മീറ്റിങ്ങിൽ സുരേഷ് ഗോപിക്ക് ഒരു വലിയ പ്രാധാന്യം കിട്ടുകയും ആളുകളൊക്കെ ചെന്ന് വലിയ കാര്യമായിട്ട് അദ്ദേഹത്തെ സോപ്പിടുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട. ഗണേഷ് കുമാർ മന്ത്രിയാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ വിളിച്ച് ഒരു സ്വീകരണം കൊടുക്കാതിരിക്കുകയും അതേസമയം തന്നെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രിയാണ്, സുരേഷ് ഗോപി വിളിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ നിന്നുള്ള ഒരു നടപടിയും ഇവിടെയുള്ള സിനിമാക്കാരും പേടിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? മമ്മൂട്ടി അടക്കം പല പ്രമുഖരായ താരങ്ങൾക്കും ഈ ഗവൺമെൻറ്റിനകത്ത് ഗണേഷ് കുമാറിനേക്കാൾ വലിയ സ്വാധീനമുണ്ട്. ഓക്കെ. രണ്ടാമത്തത്, സുരേഷ് ഗോപിയെ അവർക്ക് ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്താൻ കൃത്യമായ ഒരു ആവശ്യമുണ്ട്. അല്ലാതെ സുരേഷ് ഗോപിയെ ഇന്നോ ഇന്നലെയോ കണ്ടിട്ട് പെട്ടെന്ന് അമ്മയുടെ ആളുകൾ അങ്ങോട്ട് രോമാഞ്ച കഞ്ചുകരായതൊന്നുമല്ല. അപ്പം അതിൻ്റെ പിന്നിലുള്ള കാര്യം ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ കൊണ്ടാണ്. ആ സ്വാധീനമാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് മുഴുവൻ. ഇനി ചോദിക്കാതൊരു ഉത്തരവും കൂടി പറയാനുണ്ട്. അതായത് കേരള ഗവൺമെൻറ് ഈ സംഭവം എല്ലാം അറിഞ്ഞിട്ടും
ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഈ നാട്ടുകാരുടെ എല്ലാം പണം മുടക്കി, ആ പണം മുടക്കി അവരുടെ എല്ലാ സർവ്വ ചെലവുകളും എടുത്തതിന് ശേഷം ജസ്റ്റിസ് ഹേമ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ പുറത്ത് ആരെയും കാണിക്കാതെ കമിഴ്ന്ന് കിടക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത്. കേരള സർക്കാരിന് എന്ത് ബാധ്യതയാണുള്ളത് ഇവിടെയുള്ള നടന്മാരുടെ കൊള്ളരുതായ്മകളും നടിമാരുടെ കൊള്ളരുതായ്മകളും ഒക്കെ മൂടി വെക്കാനായിട്ടുള്ളത്? അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഏതെങ്കിലും ടെക്നീഷ്യനെ കൊള്ളരുതായ്മ മൂടി വെക്കാൻ ഗവൺമെൻറ്റിന് എന്താണ് ഇത്ര നിർബന്ധം? ഏതെങ്കിലും പാവപ്പെട്ടവനെതിരെ ഇതുപോലൊരു സാധാരണ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ? സമ്മതിക്കുമോ? കേരളകൗമുദി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ദിവസത്തെ വാർത്ത, സ്വന്തം കൃഷിയിടത്തിലേക്ക് കയറിയ വെരുകിനെ വെടിവെച്ച് കൊന്നവനെ പിടിച്ചിട്ട് അവനെ നിർത്തിയിട്ട് 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്തിട്ടേക്കാണ്. അതായത് ഒരു വെരുകിനെ വെടിവെച്ചു എന്നുള്ള കുറ്റം, ശരിയാ, കുറ്റമായിക്കോട്ടെ, അവൻ്റെ ഫോട്ടോ എടുത്ത് നാട് മുഴുവൻ പ്രദർശിപ്പിക്കുകയാണ്. ഈ എറണാകുളത്ത് ഒരു സ്ത്രീ 1-ാം തീയതി 10 കുപ്പി മദ്യം മേടിച്ചു വെച്ച് വിറ്റതിന് അവരുടെ ഫോട്ടോ മനോരമ പത്രത്തിൽ കൊടുക്കുകയാണ്. അവരെ നാണം കെടുത്ത് ഒരു സ്ത്രീ, കേരളത്തിൽ തന്നെ ഒരു അമ്മ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിട്ടൊരു SI അവരെ പോക്സോ കേസിൽ പിടിച്ച് ജയിലിലിട്ടേക്കാണ്. ആ സമയത്ത് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ വെച്ച്, അല്ലെങ്കിൽ കമ്മീഷനല്ല, അവർ എന്താണ് കമ്മിറ്റിയെ വെച്ചോ, നമ്മൾ സിനിമാ രംഗത്തെ പുഴുക്കുത്തുകളെ കുറിച്ച് പഠിച്ചൊക്കെ കഴിഞ്ഞു, കൊള്ളാം, ഇനി ഞങ്ങൾ സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ഇരുന്ന് വായിച്ച് പഠിച്ചോളാം എന്ന് പറയേണ്ട എന്ത് ഉത്തരവാദിത്തമുള്ളത്? അപ്പം അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നു, ഇതൊരു തുടക്കം മാത്രമാണ് സിനിമാ രംഗത്തുള്ളത്. സത്യത്തിൽ ഇനി വരാനിരിക്കുന്ന നാളുകൾ ഇതിനേക്കാൾ ഭീകരമായിരിക്കും. എനിക്ക് ഈ കാര്യം ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം, 1000 കോടി രൂപയുടെ ബിസിനസ് നടന്നു, സിനിമാ രംഗം അങ്ങോട്ട് ഭയങ്കരമായി മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ സിനിമകളൊന്നും വിജയമല്ല, പക്ഷെ ഇതെല്ലാം വിജയമാണ് എന്ന് പറയുന്ന കള്ളക്കണക്കുണ്ടാക്കിയതാണ്. മിക്കവാറും ഇനി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന സിനിമകളെല്ലാം തന്നെ ഗംഭീര വിജയങ്ങളായിരിക്കും. അതിൻ്റെ കാരണം സിനിമ വിജയിക്കുന്നത് കൊണ്ടല്ല, നാട്ടുകാർ പഴയ പോലെ പോയി സിനിമയൊന്നും കാണുന്നില്ല. 200 രൂപയും 150 രൂപയും ടിക്കറ്റ് എടുത്ത് ഒരു ഫാമിലി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമക്ക് പോകുമ്പോഴുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 1000-1500 രൂപയാണ്. അതവന് താങ്ങാൻ പറ്റാത്ത ചാർജാണ്. അതുകൊണ്ട് ഈ സിനിമ വിജയിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം മറ്റു പല കാര്യങ്ങളുമാണ്. പിന്നെ ഇത് മുഴുവൻ പുറത്തറിയാത്തതിൻ്റെ കാര്യം, ഇത് പുറത്തറിഞ്ഞാൽ പല പറ്റിക്കപ്പെട്ടവരുടെയും ചില ദൗർബല്യങ്ങൾ കൂടി വെളിവ് പുറത്തു വരും എന്നുള്ള പേടി കൊണ്ടാണ് സത്യത്തിൽ ഇതൊന്നും പുറത്തു വരാത്തത്. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുമ്പോൾ ഇവർ ക്യാഷ് അടക്കേണ്ടി വരും. ഇവിടെയുള്ള ഒരു താരവും, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു താരവും കൃത്യമായി മറ്റേ ടാക്സ് അടക്കുന്നുണ്ടാവില്ല. അത് മിക്കവാറും എല്ലാവരും തന്നെ ഒരു 90% വരെ ചെയ്യുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു സ്ഥലം മേടിക്കുമ്പോൾ കൃത്യമായി പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, ടാക്സ് അടക്കാറില്ല. പക്ഷെ അതുകൊണ്ട് അവരും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു താരത്തിൻ്റെ പോലും പ്രതിഫലം അവർ വ്യക്തമായി പുറത്തു പറയുന്നത് നമ്മൾ ഇന്നവരെ കേട്ടിട്ടുണ്ടാവില്ല. പലതരത്തിലുള്ള അണ്ടർ ഡീലിങ്സ് നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് സിനിമ. കാരണം അതിൻ്റെ കണക്ക് പിന്നെടുക്കൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, ലൈക്ക് സിനിമകൾ കാണാൻ വരുന്നില്ല ആൾക്കാർ, അതിനാൽ ഇവർ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഫ്രീ ടിക്കറ്റ് കൊടുക്കുകയാണ് ആൾക്കാർക്കൊക്കെ, എന്നിട്ട് സിനിമ കാണാൻ വിളിക്കുകയാണ്. ഇതൊക്കെ ശരിയായ നടപടികളാണോ? ലൈക്ക് സിനിമകൾ കാണാൻ ആൾക്കാർക്ക് തന്നെ താല്പര്യമില്ല, നിർബന്ധിച്ച് ഫ്രീ ടിക്കറ്റ് കൊടുത്ത് വിളിച്ചു വരുത്തുന്നു. ഇപ്പോഴുള്ള ചില സിനിമകൾക്ക് സത്യത്തിൽ നമ്മൾ ഫ്രീ ടിക്കറ്റ് മാത്രമല്ല, കള്ളപ്പണം അല്ല, സത്യത്തിൽ ഇപ്പോഴുള്ള ചില സിനിമകൾക്ക് ഫ്രീ ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ മാത്രം പോരാ, അവൻ്റെ ഒരു ദിവസത്തെ തച്ചും കൂടി കൊടുത്തിട്ട് അവന് വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്ര വെറുപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ സത്യത്തിൽ വലിയ വിജയിച്ചൊരു സിനിമയാണ് ആവേശം എന്ന് പറയുന്ന സിനിമ. ഞാനിപ്പോൾ ഇയാൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്, അത്ര വലിയൊരു ആഭാസം ഞാൻ വേറെ കണ്ടിട്ടില്ല. സത്യത്തിൽ എൻ്റെ ഒരു 2-2.5 മണിക്കൂർ കളഞ്ഞതിന് ഇങ്ങോട്ട് കാശ് തരേണ്ടതാണ്. ഓക്കെ, ഫാസിൽ അതിൽ അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളതാണ്. ശരിക്കും നിർമ്മാതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് പ്ലീസ് എനിക്കൊരു 500 രൂപയെങ്കിലും തന്നെ, കാരണം താൻ ഈ കാണിച്ച മഹാവൃത്തികേടായിപ്പോയി എന്ന് പറയേണ്ട ഒരു ആവശ്യമാണ്. അതിൽ 2 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സമൂഹത്തിൻ്റെ ആസ്വാദന നിലവാരം അനുദിനം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ കുറഞ്ഞ നിലവാരമേ സത്യത്തിൽ നമ്മുടെ സിനിമകൾക്ക് ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. അമരം എന്ന് പറയുന്നൊരു മമ്മൂട്ടിയുടെ സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ താങ്കൾ? ഇല്ല.
ഉള്ളടക്കം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മോഹൻലാൽ. ഇത്തരം സിനിമകളൊന്നും ഇനി നമ്മുടെ സിനിമാ രംഗത്ത് ഇറങ്ങാനേ പോകുന്നില്ല. പകരം ആവേശം പോലെയുള്ള, ഹണീബി പോലെയുള്ള ആഭാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇറങ്ങും. അതാണ് സത്യത്തിൽ സംഭവം. ഈ ആവേശം പോലെയുള്ള സിനിമകളാണ് ഇപ്പോഴത്തെ യൂത്ത്സിന് ഇഷ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ആവേശം പോലെയുള്ള ഒരു സിനിമ തിയേറ്ററിൽ ഓടിയല്ലോ, ഞാൻ ചലഞ്ച് ചെയ്യുന്നു, തിയേറ്ററിൽ അതിൻ്റെ കണക്കുകൾ പുറത്തുവിടാൻ ഇവർ തയ്യാറുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്യണു. എത്ര പേര് അത് തിയേറ്ററിൽ വന്ന് കണ്ടു? ഇതാണ് ഞാൻ പറയണത്. ഈ കാലത്ത് വെറുതെ എന്ത് ചെയ്യാണ്, ഒരു ഗിമ്മിക്കുകൾ ഇറക്കുകയാണ് ചെയ്യുന്നത്, ഹൈപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഹിന്ദി സിനിമയിൽ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞൊരു നടൻ വന്നു. ഈ നടൻ വന്ന ദിവസം ഞാൻ പത്രത്തിൽ വായിക്കുന്നൊരു വാർത്ത എന്താണെന്നറിയാമോ? ഋത്തിക് റോഷൻ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുവെന്ന് അറിഞ്ഞിട്ട് ബാക്കി എല്ലാ ടിക്കറ്റുകളും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വനിതകൾ, അതായത് ഒരു 18 25 വയസ്സിലുള്ള വനിതകൾ മൊത്തം ബുക്ക് ചെയ്തു എന്നാണ്. ചെയ്യോ അങ്ങനെ? ചെയ്യോ? പിന്നെന്ത് ചെയ്യും? പിന്നെന്തായിരിക്കും സംഭവം? PR ഏജൻസികൾ കൃത്യമായി എന്ത് ചെയ്യുന്നതാണ്? ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. മനസ്സിലായോ? അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഇതിന്റെ പുറകെ ഓടും എന്നൊന്നും വിചാരിച്ചു കളയരുത്. തെറ്റായിട്ടുള്ള കാര്യമാണ്. ഋത്തിക് റോഷനെ കണ്ടിട്ട് ആളുകൾ മുഴുവൻ എല്ലാവരും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതായത് ഞാനിവിടെ വെറുതെ നിൽക്കുകയാണ്, അപ്പോൾ എനിക്കൊരു നടി പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഉടനെ തന്നെ ഞാൻ എൻ്റെ കയ്യിലെ കാശ് കൊടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ ബോംബെ പോയി ഇറങ്ങുന്നതാണ്. എന്നിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ അവിടെ നിങ്ങൾ തിരിച്ചു കിടക്കും. ഇതൊക്കെ വെറുതെ ഉള്ള ഗിമ്മിക്കാണ്. ഞാനിത് താങ്കൾ എൻ്റെ അടുത്ത് കാശും കൊണ്ട് വരും, ഞാൻ താങ്കൾ ഇതിനേക്കാൾ ഫേമസ് ആക്കി തരാം. നമ്മളുടെ സിവിൽ സർവീസുകാർ ചെയ്യുന്നുണ്ട്, നമ്മുടെ പൊളിറ്റീഷ്യൻസ് നിരന്തരമായി ചെയ്യുന്നുണ്ട്. ഏതൊരാളുടെ ഇമേജും ഇതുപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ AK ആന്റണി ജോലി മറ്റേ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം KPCC പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ, അതായത് ശാസ്താംകോട്ടയിലുള്ള തിരുവനന്തപുരത്തുള്ള ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോറിക്ഷ കൈ കാണിച്ച് വിളിച്ചു നിർത്തിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നു. മനോരമ ഫോട്ടോ എടുക്കുന്നു, മംഗളം ഫോട്ടോ എടുക്കുന്നു, മാധ്യമം ഫോട്ടോ എടുക്കുന്നു, എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഒരു സംശയമുണ്ട്, ഇത് ഈ ഫോട്ടോ എടുക്കാനുള്ള ആളുകൾ എവിടെ നിന്നെത്തി? എങ്ങനെ എത്തിയിട്ടുണ്ടാവും? ഓട്ടോറിക്ഷക്കാരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക, ഫോട്ടോ എന്നെ എക്കാരനെ കൈ കാണിക്കേണ്ടത്, നിങ്ങളെല്ലാവരും പെട്ടെന്ന് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കണ്ടാവുക. ഇതൊക്കെ ഗംഭീരമായ പണിയാണ്. ഞാൻ ആ പണി ഗംഭീരമായി ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. ഞാൻ കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഞാൻ താങ്കൾക്ക് ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള പണികൾ, ഇതിനേക്കാൾ ഇത്രയും തറവേലയില്ലാതെ ഞാൻ ഗംഭീരമായിട്ടുള്ള പണികൾ പറഞ്ഞുതരാം. കൃത്യമായി എന്ത് ചെയ്യാം. ഇനി ഞാനൊരു തമാശ കൂടി പറയാം നിങ്ങളോട്. ബംഗാളില് 14 മന്ത്രിമാരെ ഒരു തവണ രാജിവെച്ചു. ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി. നാരദ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി. നാരദയാണോ തെഹൽക്കയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നാരദ ന്യൂസ് മാത്യു സാമുവലിലേക്ക് നേതൃത്വത്തിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി. 14 മന്ത്രിമാർ രാജിവെച്ചു. അതിലൊരു മന്ത്രി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അയാളാണ് അവിടുത്തെ ഏറ്റവും ക്ലീൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു മിനിസ്റ്റർ. ഗ്രാജ്വലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണത്. ഇപ്പോഴും നിങ്ങൾ കാണുന്ന നടിമാർ അങ്ങോട്ട് പോകുന്നു, അപ്പോൾ അതേ നടി ഇന്ന നടിയോട് ചെയ്തത് കണ്ടോ, അല്ലെങ്കിൽ ഇത്രയും കാലം എവിടെയായിരുന്നു, ഞെട്ടും എന്നൊക്കെ പറയുന്നത് അവർ തന്നെ കാശ് കൊടുത്ത് ഇടിയിപ്പിക്കുന്ന പണികളാണ്. എല്ലാം ഇപ്പൊ PR-ന്റെ ഒരു വർക്കാണ്. അപ്പൊ ഈ ഫ്രീ ടിക്കറ്റ്സ് കൊടുക്കുന്നതും PR-ന്റെ ഒരു വർക്കായിട്ട്. ഫ്രീ ടിക്കറ്റ്സ് കൊടുത്താലും പോകാത്ത സിനിമകളുണ്ടല്ലോ. സത്യത്തിൽ ഇനി ആവേശം എനിക്ക് ഒരുത്തം വന്നിട്ട് നിങ്ങൾക്ക് 5 ഫ്രീ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അടി കൊടുത്തു. പക്ഷെ ഇപ്പോൾ പറയുന്നത് മലയാള സിനിമയ്ക്ക് കുറച്ചും കൂടി ഹൈപ്പ് കൂടി, ലൈക്ക് നല്ല കഥകൾ വരുന്നുണ്ട് എന്നാണ്. ഏതോ ഒരു കഥ പറഞ്ഞു, ഒരു കഥ പറ. ലൈക്ക് ഇപ്പൊ 2018 ഒരു കഥ ഇറങ്ങിയല്ലോ. 2018 ഇറങ്ങിയത് എന്നാണ്? 2018 ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായിന്ന് നിങ്ങൾക്ക് അറിയോ? വർഷത്തിൽ 1 or 2 സിനിമകൾ ഇങ്ങനെ പറയുള്ളൂ. ഇപ്പതേ എന്താണ് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നല്ല സിനിമയാണെന്ന് ആളുകൾ പറഞ്ഞേക്കും. ഈ സിനിമക്ക് ഒരു ഹൈപ്പുമില്ല. ശ്രദ്ധിച്ച സിനിമ ഭയങ്കര സക്സസ്. ഞാൻ പറയുന്നത് ഒരു വർഷം 2, 3, 4, 5 നല്ല സിനിമകൾ വന്നേക്കാം, ഇല്ലെന്നല്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ 5 മാസം നമ്മൾ കാണുന്ന കണക്ക് പ്രകാരം കഴിഞ്ഞ 5 മാസം കൊണ്ട് മലയാളം സിനിമ വലിയ രീതിയിലേക്ക് വലിയ വളർച്ച നേടിയിരിക്കുന്നു. 720 കോടി രൂപ നേടിയിരിക്കുന്നു. 6 മാസമായപ്പോൾ 1000 കോടി രൂപ നേടിയിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ നിർമ്മാതാക്കൾ പറയുന്നത് ആളുകളെ ചുമ്മാ മണ്ടരാക്കാനാണ്, പറ്റിക്കാനാണ്.